ഷാഫി പറമ്പിൽ എം പി പണി തുടങ്ങിയിരിക്കുന്നു. പോലീസുകാർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ലോക്സഭാ അംഗം ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടതോടെ നിയമയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ CPM-ഉം DYFIയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ വടകര നഗരത്തിൽ വെച്ച് കാറ് തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ നോക്കി. അന്ന് പോലീസെല്ലാം നോക്കി നിൽക്കുകയും ഷാഫി തന്നെ DYFIക്കാരെ വിരട്ടിവിടുകയും ചെയ്തതോടെ അതാരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ പാർലമെന്റ് അതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോയത് ഷാഫിയുടെ ഹൃദയ വിശാലതയാണ്. പക്ഷേ അത് CPM-കാർ അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനതയായി കണ്ടു. ഷാഫി അപകടം എന്ന് മനസ്സിലാക്കിയ CPM-കാർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പോലീസിന് തന്നെ കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ്. അതാണ് പേരാമ്പ്രയിൽ കണ്ടത്. പക്ഷേ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് ആകില്ല. അവർ പണി കൊടുക്കുക തന്നെ ചെയ്യും. പേരാമ്പ്രയിൽ പോലീസ് ലാത്തിയടിയിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് കമ്മിറ്റിക്കും പരാതി നൽകി കഴിഞ്ഞു. പ്രസ്തുത വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി അതുമാത്രമാണ് തൻ്റെ ആവശ്യമെന്നാണ് MP പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പേരാമ്പ്ര DYSP N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് മർദ്ദിച്ചത്. ഒപ്പം തന്നെ റൂറൽ SP KE ബൈജു, അത് എല്ലാത്തിനും സാക്ഷിയായി നേതൃത്വം നൽകിയത് അദ്ദേഹമെന്നും ഷാഫി വ്യക്തമായി പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം ശരിവച്ച KE ബൈജു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം ആ തലയിൽ തല്ലി മൂക്കിൽ തല്ലി പരിക്കേൽപ്പിച്ച ഒരു പോലീസുകാരനും കിട്ടാവുന്നത്ര ശിക്ഷയാണ് ഷാഫി വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്. അതോടെ പല വഴികൾ ഉപയോഗിച്ച് കാൽക്കൽ വീഴുകയാണ് ഈ പോലീസുകാർ ഷാഫി പറമ്പിലിൻ്റെ. റൂറൽ SP-ക്കെതിരെയാണ് പരാതിയിൽ കൂടുതലായും പറയുന്നത്. റൂറൽ SP-യുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകുന്ന തരത്തിലാണ് ഷാഫിയുടെയും കോൺഗ്രസിൻ്റെയും നീക്കം. അതായത് റൂറൽ SP നടത്തിയത് ഡബിൾ ഗെയിമാണ്. സംഭവത്തിന് ശേഷം റൂറൽ SP ഷാഫിയെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞതാണ്. നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും തെറ്റ് പറ്റിപ്പോയി എന്നും ഫോണിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അതേ വ്യക്തി തന്നെ ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു. ആദ്യം പേരാമ്പ്രയിൽ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ KC വേണുഗോപാൽ അടക്കം താക്കീത് നൽകിയപ്പോൾ അത് വളച്ചൊടിച്ച് പ്രസ്താവനയും നടത്തി. ഇതിലെല്ലാം ദൃശ്യങ്ങൾ സഹിതം ഷാഫി പാർലമെന്റിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷാഫി പറമ്പിൽ MP പേരാമ്പ്രയിൽ എത്തുമ്പോൾ അവിടെ ഒരു പ്രശ്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ MP-യെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയ CPM-ഉം പോലീസുമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അത് ഈ ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി പരമാവധി ശിക്ഷിക്കണമെന്നും പരാതിയിൽ ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനത്തെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെ നീക്കം. അതിനുള്ള എല്ലാ രേഖകളും പാർലമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തുന്നതോടെ അന്വേഷണത്തിന് ആളുകൾ വരികയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നേരിട്ട് തല്ലിയ ആ പോലീസുകാരൻ വരെയുള്ളവരുടെ പണി പോകും എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നതാണ്. കാരണം കളി ഇനി പാർലമെന്റും ഈ ക്രിമിനൽ പോലീസുകാരും തമ്മിലാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അക്രമം കൂടുതലുള്ള UP-യിലെയും ബീഹാറിലെയും ഒക്കെ കഥകൾ. പക്ഷേ അവിടെ ഉള്ളതിനേക്കാളും MP-മാർക്ക് പോലും ഇത്തരം ആക്രമണം ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിന് പ്രാധാന്യം ഏറി വരുന്നത്. ഇതിനി പാർലമെന്റ് തന്നെ നോക്കിക്കൊള്ളും.